ഇപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാകേണ്ടത് ലെഡ്ജർ ഗേറ്റ് എന്താണെന്ന് പറഞ്ഞിട്ട്. ചെറിയ 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവന് അബുദാബിയിൽ പോയി അവിടെ ജോലി സെറ്റിലായി. ഇഷ്ടപ്പെട്ടതായിരുന്നെങ്കിൽ ഇങ്ങനൊരു വിജയം കിട്ടുമായിരുന്നോ എന്ന് നമുക്കറിയത്തില്ല. കഷ്ടപ്പെട്ടതിനനുസരിച്ച് ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ലെഡ്ജർ ഗേറ്റാണ്. റബീന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സക്സസ്ഫുള്ളി CMA USA ലെഡ്ജർ ഗേറ്റിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു. സോ ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ? അതെ, അവൻ തന്നെ തിരഞ്ഞെടുത്ത് അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ പഠിച്ചിരുന്നു. അങ്ങനെ തിരഞ്ഞെടുത്ത് അവൻ തന്നെ വന്ന് ഫസ്റ്റ് ടൈമിൽ തന്നെ എക്സാം പാസ്സായി. ഇപ്പോൾ അബുദാബിയിലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും സക്സസ്ഫുൾ മൊമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി ഹാർഡ് വർക്കിലൂടെ തന്നെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു ആൻഡ് ഫൈനലി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ മുന്നോട്ട് പോകുന്നു. പ്രൗഡാണെന്ന് അറിയാം. എന്നാലും എങ്ങനെയുണ്ട് ഈ ഒരു ഫീലിംഗ്? സന്തോഷം, അവന് ഹാപ്പി, ഞങ്ങൾ ഹാപ്പി. പഠിച്ചിറങ്ങി 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവന് അബുദാബിയിൽ പോയി അവിടെ ജോലി സെറ്റിലായിരിക്കുന്നു. ആക്ച്വലി കൂടെ നിൽക്കുമ്പോൾ നല്ലൊരു ഹാപ്പി തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൾ ഈ കരിയർ ചൂസ് ചെയ്യുമ്പോൾ തന്നെ ഞാനൊരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഫീൽഡ് അവൾ തിരഞ്ഞെടുത്തതിലും വളരെ സന്തോഷമുണ്ട്. നമുക്ക് പോയി വരാനൊക്കെ അവൾക്ക് ഹോസ്റ്റലിലും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, നല്ല സൗകര്യമായിരുന്നു. മൊത്തത്തിൽ ഈ ജേണി നല്ലതായിരുന്നു, ഉഷാറായിരുന്നു. അവൾക്ക് പഠിക്കാനും കുറച്ചൊക്കെ നല്ല കംഫർട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ നമ്മുടെ സുഹൃത്തൊക്കെ എൻ്റെ മക്കളെ കൂടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ളൊരു റിലേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ പറഞ്ഞ ഒരു ഇതാണ് ലെഡ്ജർ ഗേറ്റ് ഓക്കെയാണ്, കുഴപ്പമില്ല, കുട്ടികളുടെ കരിയർ നന്നായിരിക്കുമെന്ന് ഇതിൽ പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലെഡ്ജർ ഗേറ്റ് ചൂസ് ചെയ്യാനുള്ളൊരു കാരണം. ലെഡ്ജർ ഗേറ്റ് അക്കാദമിയിലെ ലാസ്റ്റ് അക്കാദമിക് ഇയറിൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത ടോപ്പറായി നിൽക്കുന്ന സാന്ദ്രയാണ് നമ്മളുടെ കൂടെ ഉള്ളത്. ആൻഡ് സാന്ദ്രയുടെ അച്ഛനും അമ്മയും നമ്മുടെ കൂടെ ഉണ്ട്. ഇന്നത്തെ ഒരു നല്ലൊരു ഹാപ്പി മൊമെന്റ്സ് എല്ലാ പേരൻസ് ആഗ്രഹിക്കുന്നു. സോ ഐ എം ഹാപ്പി. പിന്നെ ആദ്യമായിട്ടാണ് ഇപ്പോൾ വീട് വിട്ടിട്ട് ഇത്രയും ദൂരെ വന്നിട്ട് ഇരിക്കുന്നത്. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ സെറ്റായി, പിന്നെ ഫ്രണ്ട്സൊക്കെ ആയപ്പോൾ പിന്നെ സെറ്റായി, വീക്കെൻഡിൽ വരാം, അങ്ങനെയൊക്കെ ആയിട്ട് നല്ല അഭിമാനം തോന്നുന്നു. ഇവിടെ ചേർക്കാൻ തോന്നിയത് തന്നെ ഒരു അഭിമാനമായിട്ട് ഇപ്പോൾ കരുതുന്നു. മറ്റവരുടേതായിരുന്നെങ്കിൽ ഇങ്ങനൊരു വിജയം കിട്ടുമായിരുന്നോ എന്ന് നമുക്കറിയത്തില്ല. അത് തികച്ചും നമ്മളെ അഭിമാനം. അവളെ ഒരു ആഗ്രഹമാണ്. അപ്പം മാക്സിമം അവൾ അതിൽ ഇറങ്ങിപ്പോയി. എത്ര എന്തായാലും വേണ്ടിയില്ല, ശരി ഇനി അത് പഠിച്ച് പാസ്സായി വേണം. ഇന്നും ഒരു സന്തോഷമുള്ളൂ. വളരെ സന്തോഷമായിരുന്നു. എങ്ങനെ എടുക്കാൻ ഇപ്പം എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല. അപ്പം ആ കഷ്ടപ്പെട്ടതിനനുസരിച്ച് ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. നമുക്ക് ലെഡ്ജർ ഗേറ്റിനായിട്ട് നല്ല റിസൾട്ടാണെന്നും കുഴപ്പമില്ല എന്നുള്ള ഇത് വന്നപ്പോൾ അവളെ തന്നെ തിരഞ്ഞെടുത്തത് ലെഡ്ജർ ഗേറ്റ്. അവർ പറഞ്ഞില്ലേ, ഹാപ്പിയാണ്. ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായി, ഹാപ്പിയാണ്. മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നോക്കിയിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ലെഡ്ജർ ഗേറ്റാണ്. അവർ നിലയിച്ചുവരെ സംസാരിച്ചു, ഞാൻ ആ ഫീസ് അടച്ചു. അപ്പോൾ ആ വർഷം തന്നെ ദൈവസഹായത്തോടുകൂടി വിജയിക്കാൻ പാസ്സായി. എവിടെയും ഞങ്ങളിങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് വളരെ കുറവാണ്, കണ്ടിട്ടേ ഇല്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്ത് വെച്ചാൽ റോൾസ് റേസിൽ ഒരിക്കലും അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാറില്ല. കാരണം അതിൻ്റെതായ ഒരു ബ്രാൻഡ് ഉണ്ട്. ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഞാൻ ഈ ലെഡ്ജർ ഗേറ്റിലും ചിന്തിച്ചത്. അതുകൊണ്ടാണ് പാരൻസിനോട് പറഞ്ഞത്. ഇപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാകേണ്ടത് ലെഡ്ജർ ഗേറ്റ് എന്താണെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ഇനി മുമ്പോട്ട് വരുന്ന സ്റ്റുഡൻസും അങ്ങനെ ലെഡ്ജർ ഗേറ്റിനോട് അവർക്ക് പഠിക്കുക, ഒരു പ്രശ്നമില്ല. ഈസി ആയിട്ട് പഠിക്കുക, ഈസി ആയിട്ട് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടും. എനിക്ക് അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചത്, അതിന് നല്ല റിസൾട്ട് അവൾക്ക് കിട്ടി. അതുകൊണ്ട് ഹാപ്പിയാണ്. ലെഡ്ജർ ഗേറ്റിന് താങ്ക് യു.